ഹായ് വിയേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇത് ജയ്സൽമീർ ട്രിപ്പിൻ്റെ ഫോർത്ത് ആൻഡ് ഫൈനൽ പാർട്ട്. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജയ്സൽമീർ ഫോർട്ട് കാണാനാണ്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്കിങ്ങിലിട്ടിട്ട് ഒരു 2 കിലോമീറ്ററോളം നടന്ന് വരണം ഇങ്ങോട്ട് ഫോർട്ടിൻ്റെ അടുത്തോട്ട്. ഓട്ടോയും ബൈക്കും ഒക്കെ മാത്രമേ അലൗഡ് ഉള്ളൂ ഇങ്ങോട്ട് വരാൻ. അപ്പം 100 രൂപയൊക്കെ ആവും ഓട്ടോ വിളിച്ച് വരാൻ. അതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ നടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോർട്ടിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഫോർട്ടിന് ഏകദേശം 460 മീറ്ററോളം നീളവും പിന്നെ 750 മീറ്ററോളം വീതിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 76 മീറ്ററാണ്. പ്ലെയിനിൽ നിന്ന് 76 മീറ്ററാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഞാൻ ഗൂഗിളിൽ നോക്കിയെടുത്തത്. അപ്പം നമ്മളിങ്ങനെ കുറേ നടന്നു പോകാനുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ലിവിങ് ഫോർട്ടാണ്. ലിവിങ് ഫോർട്ട് എന്ന് വെച്ചാൽ അതിനകത്ത് ആൾക്കാർ ഇപ്പോഴും താമസമുണ്ട്. അവരുടേതായ ഷോപ്പുകളും കാര്യങ്ങളും അവരുടെ ലൈവ്ലിഹുഡെല്ലാം അകത്ത് തന്നെയാണ്. ഒരു സിറ്റി പോലാണത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അവരുടെ വീടും താമസിക്കുന്നതും എല്ലാം അതിനകത്ത് തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ലിവിങ് ഫോർട്ട് കാണുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്ന ഒരു പ്ലേസും കൂടാണ് ഈ ജയ്സൽമീർ ഫോർട്ട്. ഇതുണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യെല്ലോ സാൻഡ് സ്റ്റോൺസ് കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണെങ്കിൽ വെയിലടിക്കുമ്പോഴത്തേക്കും നല്ല സ്വർണത്തിൻ്റെ നിറമായിട്ട് കാണപ്പെടും. അതുകൊണ്ട് ഇതിന് നമുക്ക് ഗോൾഡൻ ഫോർട്ട് എന്നും പേര് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിനെ ചുറ്റി കറങ്ങി വേണം നമുക്ക് അതിനകത്തോട്ട് കയറി പോകാൻ. അപ്പോൾ ഒരറ്റത്തുനിന്ന് നടന്നു പോയതാണ് നമ്മൾ. പിന്നെ അതിനിടയ്ക്ക് നമ്മളാണെങ്കിൽ ഇവിടെ വെയിലായിരുന്നു, കുറച്ച് ചൂടായി വരുന്നുണ്ട്. 11 മണി ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം കുറച്ച് ചൂടായി വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ 2 ചെറിയ രാജസ്ഥാനി തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 2 എണ്ണത്തിന് 100 രൂപ, 50 രൂപ വെച്ചേ ഉള്ളായിരുന്നു. അപ്പം ട്രഡീഷണൽ ആയിക്കോട്ടെ എന്ന് വെച്ച് 2 തൊപ്പിയൊക്കെ വാങ്ങിച്ച് തലയിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് പതുക്കെ നടക്കുകയാണ്. ഇത് ഒരുപാട് വലിയൊരു ഫോർട്ടാണ്. കണ്ടിട്ട് ഒരുപാട് കൊണ്ട് കയറി കാണാൻ. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങണമെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് കണ്ടിറങ്ങാൻ പറ്റുമായിരിക്കും. പിന്നെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത് ട്രഡീഷണലായിട്ടുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ടങ്ങ് പോവുക. പിന്നെ 100-150 ഒക്കെ ഒരു വളയും 2 വളയും അങ്ങനെയൊക്കെ റേറ്റുകൾ. നമ്മൾ ചുമ്മാ നോക്കി പോയതേ ഉള്ളൂ, ഒന്നും വാങ്ങിച്ചില്ല അവിടെ നിന്നും. അവിടെയൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഭയങ്കര റേറ്റാണ് എല്ലാത്തിനും. അപ്പം നമ്മൾ അവർ പറയുന്നത് വല്ല പറയാതെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പറയുമ്പം വേണ്ടെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകുമ്പോൾ വീണ്ടും വിളിക്കും. പിന്നെ നമ്മൾ പറയുന്ന പൈസയ്ക്ക് തരും. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് കച്ചവടക്കാരും ഒരുപാടുണ്ട് ആ സൈഡ്. നമുക്ക് ആ ഫോർട്ട് എന്ന് പറയുന്നത് നമ്മൾ അല്ലാതെ ഫോർട്ടൊക്കെ കാണാൻ പോകുമ്പോൾ ഫോർട്ട് കാണാൻ പോകുക എന്നുള്ള ഓർമ്മ വരുമ്പം കുറേ നടന്ന് കുറേ ബിൽഡിങ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന ബിൽഡിങ് കണ്ടിട്ട് വരിക എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ നമ്മൾ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ആൾക്കാരെ തട്ടിമുട്ടിയാണ്, വണ്ടികളും ഒക്കെ ഒത്തിരി അങ്ങോട്ട് തട്ടിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലെത്തി. ജയ്സൽമീർ ഫോർട്ട് എന്നൊരു ബോർഡൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് കല്ലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം മഞ്ഞ കല്ലുകളാണത്. ജയ്സൽമീറിനെ ഗോൾഡൻ സിറ്റി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കണ്ടോ ബൈക്കൊക്കെ പോകുന്നത്. അകത്തോട്ട് ആൾക്കാർ അവിടെ താമസിക്കുന്നവരുമുണ്ട്, കച്ചവടക്കാരും ഉണ്ട്. അങ്ങനെ ഗേറ്റിൻ്റെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഇങ്ങനെ 2 സൈഡിലും കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ബെഡ്ഷീറ്റുകളും അവരുടെ ട്രഡീഷണലായിട്ടുള്ള ഡിസൈനുള്ള ഡ്രസ്സുകളും നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ പൈസ ഒരുപാട് കൂടുതലാണ് അതിനകത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന്. അപ്പം സൂര്യനൊക്കെ നമ്മൾ ഉച്ചയിലോട്ട് എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടിറങ്ങണം. തന്നെയല്ല നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീടെത്തുകയും വേണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് പോവുകയാണ്. നമ്മൾ പെട്ടെന്നൊന്ന് കയറി കാണണമെങ്കിൽ മിനിമം ഒരു മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും വേണം. അല്ലാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഗൈഡിനെയൊക്കെ കിട്ടും. ഗൈഡിന് പൈസ കൊടുക്കുമ്പോൾ അയാളെയും കൊണ്ട് പോയാൽ അവർ വേണ്ടുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കുറേ കട്ട്പുത്തിലികൾ, ചെറിയ പാവകളെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇതുമെല്ലാം കച്ചവടത്തിനാണ് അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുള്ള ഫോർട്ടാണ് എന്ന് വെച്ചാൽ അവിടെ ആൾക്കാരും താമസമുണ്ട്. അപ്പം നമ്മുടെ അവിടെ താഴെയെല്ലാം നല്ല ഈ കല്ലുകളാണ് പാവിയിരിക്കുന്നത്.
അപ്പോൾ കല്ലെല്ലാം നല്ല സോഫ്റ്റായിട്ട് സ്ലിപ്പറി ആയിട്ട് കിടക്കുക. നമ്മൾ ശ്രദ്ധിച്ച് ചവിട്ടി പോയില്ലെങ്കിൽ തെന്നി തെന്നി പോകത്തക്ക രീതിയിലായി. കാരണം ഇങ്ങനെ ആൾക്കാരിങ്ങനെ സ്പീഡിൽ പോയിട്ടും വണ്ടി പോയിട്ടും ഈ കല്ലിൻ്റെയൊക്കെ റഫ്നെസ്സൊക്കെ മാറി അത് സോഫ്റ്റായിട്ട് കിടക്കുകയാണ് ഇപ്പം. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ തെന്നി തെന്നി പോവുക അങ്ങ് നടക്കുമ്പോൾ. ചെരുപ്പിന് ഗ്രിപ്പും കൂടി ഇല്ലെങ്കിൽ നല്ലോണം വീഴുകയും ചെയ്യും. പിന്നെ നമുക്ക് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ബാഗുകൾ, പിന്നെ ഡ്രസ്സുകൾ, അങ്ങനെയൊക്കെ പലതും കാണാൻ പറ്റും. വാങ്ങിക്കണമെന്നൊക്കെ തോന്നും, പക്ഷേ നോക്കി അങ്ങ് പോകത്തേ ഉള്ളൂ. റേറ്റ് ഇച്ചിരി കഠിനമാണ്. അതുകൊണ്ട് മറ്റേ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സൊക്കെ വരുന്ന കാരണം അവരൊക്കെ ആണെങ്കിൽ എന്ത് വില കൊടുത്തും വാങ്ങിക്കുമായിരിക്കും. നമ്മളെപ്പോലുള്ളവരൊന്നും വാങ്ങിക്കൂല. കുറച്ചൊക്കെ നമ്മൾ വില പേശി നോക്കും. കിട്ടുന്നെങ്കിൽ വാങ്ങിക്കും, ഇല്ലെങ്കിൽ വേണ്ടാന്നും പറഞ്ഞ് പോരും. അങ്ങനെ പിന്നെ നമ്മൾ അവിടോട്ട് കയറി വന്ന് പിന്നെ അവിടെ നിന്ന് 2 ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും മുകളിലോട്ടൊക്കെ കയറിപ്പോയത്. അങ്ങോട്ട് കയറിപ്പോകുമ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാകത്തില്ല എങ്ങോട്ട് പോകണം, എന്തോ കാണണമെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇങ്ങനെ ചിലയിടത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും, അതൊക്കെ തപ്പി പിടിച്ച് നോക്കിയെടുത്ത് പോകണം. അല്ലെങ്കിൽ പിന്നെ ഗൈഡിനെ വിളിക്കണം. ഗൈഡിനെയൊക്കെ വിളിച്ചാൽ നമുക്കൊരു 3-4 മണിക്കൂറൊക്കെ വേണ്ടി വരും. അയാളുടെ കൂടെ അയാൾ പറയുന്നത് കേട്ട് ചെല്ലുന്നിട്ട് കുറേ ഗ്രൂപ്പായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം അതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ടെമ്പിൾസ് ഉണ്ട്, പാലസസ് ഉണ്ട്, പിന്നെ ഷോപ്സ് ഉണ്ട്. ടെമ്പിൾസ് എന്ന് വെച്ചാൽ പണ്ടുകാലത്തെയൊക്കെ ജൈന മതത്തിലുള്ള ആ അമ്പലങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഒരു കൂട്ടം മലയാളികളെ കണ്ടായിരുന്നു. മലയാളി എന്ന് പറഞ്ഞാൽ അവർ ജയ്പൂരിൽ നിന്ന് വന്നതായിരുന്നു. ഒരു 50 പേരോളം അടങ്ങുന്നവർ, എല്ലാവരും കൂടെ ഒരു വണ്ടി വിളിച്ച് വന്നവർ. അപ്പം ഇതിനകത്തോട്ടൊക്കെ മേളിൽ കയറി കാണണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഒരാൾക്ക് 250 അങ്ങനെ എങ്ങാണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് മഹാറാണിയുടെ പാലസായിരുന്നു. അപ്പം അങ്ങോട്ട് കയറി കാണാൻ ടിക്കറ്റ് എടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. നമ്മൾ അങ്ങോട്ട് കയറി പോയതുമില്ല. ഒരുപാട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ നിൽക്കും. അതുകൊണ്ട് പിന്നെ തിരക്കിനകത്ത് അധികം പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിങ്ങ് പോരുന്നു. അവരോട് കുറേ മലയാളികളായിരുന്നല്ലോ, അപ്പോൾ അവരോടൊക്കെ കണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ മഹലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ കുറേ സ്റ്റെപ്സും അതിനകത്തൊരു രാജാവിരുന്ന ഒരു കസേര പോലത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയാണ് രാജാവ് അവിടെ വന്നിട്ടാണ് എല്ലാ ആൾക്കാരെയും കാണുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അബി ഇങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുക ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ അകത്ത് കയറി കണ്ടാലും ഒന്നുമില്ല. അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒന്നും കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോരുന്നു. പിന്നെ അതൊരു മന്ദിരമായിരുന്നു. അതിനകത്തോട്ട് കയറിപ്പോയി നോക്കി അവിടെ ഒരു മൂർത്തി, അവിടെ ഒരപ്പൂപ്പന് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അത് നോക്കിയിട്ടിങ്ങ് പോയിരുന്നു, അവിടെ എന്തുവാണെന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമേ കയറിപ്പോയുള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇറങ്ങി വീണ്ടും പോരുന്നു. പിന്നെ നമ്മൾ പോയത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ആ വ്യൂ പോയിൻ്റ് കാണാനായിരുന്നു. അപ്പം ഇത് വലിയ മഹലാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കയറി കാണണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. അല്ലാതെ നമുക്ക് വഴിയിലെ കടകളൊക്കെ മാത്രം കണ്ട് പോകാൻ പറ്റും. ഇത് മഹാരാജ മഹലാണ്. ജയ്സൽമീർ ഫോർട്ട്, പാലസ്, മ്യൂസിയം ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ. അപ്പോൾ ഇതിനകത്ത് കയറി കാണാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അല്ലാതെ ജസ്റ്റ് പുറത്തൂടെ മാത്രം കണ്ടു പോകാനാണെങ്കിൽ ടിക്കറ്റൊന്നും വേണ്ട. നമുക്ക് കയറി ഇറങ്ങി കണ്ടിട്ട് പോരാം. അങ്ങനെ നമ്മൾ പിന്നെ ഓരോ പോയിൻറ്റ്സിനകത്ത് ആരോ വെച്ചിട്ടുണ്ടാവും, അങ്ങോട്ട് പോയതുണ്ടാവും, ഇങ്ങോട്ട് പോകും. അപ്പം നമ്മൾ വ്യൂ പോയിൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ കയറി വന്നതാണ്. വ്യൂ പോയിൻ്റ് അടുത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ആണെങ്കിൽ വലിയൊരു തോക്ക് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ വെടിവെക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന തോക്കുകളൊക്കെ, യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു തോക്കുണ്ട്. വലിയ വെടിയുണ്ടി തന്നെയായിരിക്കും. പിന്നെ ഇതിനകത്ത് പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് ആ ജയ്സൽമീർ സിറ്റി മുഴുവനും കാണാൻ പറ്റും. പക്ഷെ പേടിയാവും, അതിൻ്റെ അറ്റത്തോട്ട് പോകുമ്പോഴത്തേക്ക് താഴെ വീഴുന്ന പോലെ. അതിനിടയ്ക്കൊരു ഗ്യാപ്പുണ്ട്, 2 പാർട്ടായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് പോകുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളൊക്കെ അറ്റത്ത് വന്ന് നിൽക്കുന്നു. എനിക്കിത് കണ്ടിട്ട് തന്നെ പേടിയായി. നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്കിത്തും അബിയൊക്കെ അതിന് ഇടയ്ക്കൊന്ന് ഇറങ്ങിയായിരുന്നു. അപ്പം ഒരു ഗ്യാപ്പുണ്ട് അതിന് അപ്പുറം ഇപ്പുറമായിട്ട്. അപ്പോൾ അപ്പുറത്തോട്ട് പോയി നിന്ന് വീഡിയോ എടുക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും ഒക്കെ ഉണ്ട്. ഞാനിവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങ് പോരുന്നു. എന്നിട്ട് ഇറങ്ങിപ്പോരുന്നു അവിടുന്ന്. ഇതാണ് ആ തോക്ക്. ഇതിൻ്റെ പേരൊന്നും പറയാൻ അറിയത്തില്ല. ഇങ്ങനെ ഇത് അന്നത്തെ കാലത്ത് യുദ്ധത്തിനൊക്കെ വെടിവെക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തോക്കാണെന്നറിയാം. പിന്നെ നമ്മൾ ആ ഫോർട്ടിൻ്റെ മണ്ടയ്ക്കൊന്ന് താഴെ ഇറങ്ങി. പിന്നെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സ് എടുത്ത കടയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ മലയാളികളൊക്കെ സാധനം വാങ്ങിച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മലയാളിയാന്ന് പറഞ്ഞപ്പോൾ ആൾ ചോദിക്കുന്നത് എന്താ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ എടുത്ത സ്കേർട്ടായിരുന്നു, 2 സ്കേർട്ടും പിന്നെ ഒരു ടോപ്പും പിന്നെ ഒരു പാൻറ്റും എടുത്തായിരുന്നു. അപ്പം അത് എഴുതി വെച്ചേക്കുന്നത് നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും, നല്ല തുണിയാന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതോ പത്തനംതിട്ടക്കാരോ അടൂക്കാരോ അങ്ങനെ കണ്ടൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അയാൾ നമ്മളോട് ചോദിച്ചു എന്തോ എഴുതി വെച്ചേക്കുന്നതൊക്കെ. നമ്മൾ ഹിന്ദിയിലൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. ഡ്രസ്സ് അത്യാവശ്യം വിലയുണ്ട്, അടിപൊളി സാധനങ്ങൾ നല്ല വിലക്കുറവിൽ അപ്പം സാധനം വാങ്ങിക്കാൻ ഒരു സ്കേർട്ടിന് 400, ഇതിന് മുകളിലോട്ടൊക്കെ കടകളിൽ ചോദിച്ചപ്പോൾ 700, 800 ആയിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും വിലക്കുറവ് കിട്ടിയത്, 400 അങ്ങനെയൊക്കെ റേറ്റിൽ വന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ 2 സ്കേർട്ടും ഒരു ടോപ്പും ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോഴത്തേക്ക് നല്ല ചൂടായി തുടങ്ങി. ഇത് ഞാൻ എടുത്ത ടോപ്പാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണേ. എന്നിട്ട് നല്ല രസമുണ്ട് തുണികളൊക്കെ കാണാൻ. അപ്പം ഇതൊക്കെ ഒരുപാട് കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്ന് തോന്നലൊക്കെ വരും. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കൈ കിട്ടിയത് 2-3 എടുത്ത് പെട്ടെന്ന് നമ്മൾ പോരുകയും ചെയ്ത്. അതുകൊണ്ട് ഇപ്പോൾ നോക്ക് എന്തോ ഒരു തിരക്കാന്ന് നോക്കുക, ആൾക്കാർ കൂടി വരികയാണ്. കാരണം വെക്കേഷനും കൂടെ ആയതുകൊണ്ട്, വെക്കേഷൻ ആവുന്നേ ഉള്ളായിരുന്നു. നമ്മൾ ഡിസംബർ 1st വീക്കായിരുന്നു പോയത്. പിന്നെ അല്ല, തണുപ്പ് സമയമായതുകൊണ്ട് ആൾക്കാരൊക്കെ ഒരുപാട് വരും. അപ്പം നമ്മൾ അങ്ങനെ എല്ലാം കണ്ടും കേട്ടിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴും നമുക്ക് ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ, മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ഇതുപോലത്തെ ബാഗിൻ്റെ കടകളും അല്ലാത്ത തുണിക്കടകളും ഒക്കെ, ഈ ഡിസൈനുള്ള തുണികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ പിന്നെ നമ്മൾ നോക്കി പോകുന്നു. ബാഗൊക്കെ കിടക്കുന്ന കാണാൻ ഭംഗിയുണ്ട്. വിലയൊന്നും ചോദിച്ച പോലും ഇല്ല, ഞാൻ ചോദിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. അടുത്ത് നമ്മൾ പോകുന്നത് ജയ്സൽമീർ വാർ മ്യൂസിയത്തിലോട്ടാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്നൊരു 10-40 കിലോമീറ്റർ ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല, കുറേ നാളായല്ലോ പോയിട്ട്. അപ്പം നമ്മൾ അവിടുന്ന് മ്യൂസിയത്തിലോട്ട് വന്നിട്ടുണ്ട്. മ്യൂസിയത്തിലാണെങ്കിൽ നമ്മുടെ ഈ 1971 യുദ്ധത്തിന് ശേഷം പിടിച്ചു വെച്ച കുറേ ടാങ്കുകൾ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗേറ്റാണ്. പിന്നെ അപ്പുറത്ത് വേറൊരു ഗേറ്റ് ഉണ്ട്, അതുവഴിയാണ് നമ്മൾ അതിനകത്തോട്ട് കയറുന്നത്. അങ്ങനെ നമ്മൾ എൻട്രൻസിലൂടെ കയറുകയാണ്. ഇതൊക്കെ ടാങ്കുകളൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, പഴയ ടാങ്കുകളൊക്കെ. അവിടെ അതിനകത്തും ഇതൊക്കെ തന്നെ പുതിയ ടാങ്ക്, പുതിയതല്ല, നമ്മുടെ ആ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ടാങ്കുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അന്നത്തെ നമ്മുടെ ലോങ്കേവാല പോലെ തന്നെ ആയിരിക്കും. അങ്ങനെ പിന്നെ നമുക്ക് വണ്ടിയൊക്കെ അകത്ത് കയറ്റി പാർക്ക് ചെയ്യാനൊക്കെ പറ്റും. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എൻട്രൻസ് ഉണ്ടല്ലോ, അങ്ങോട്ട് പോയി ടിക്കറ്റൊക്കെ എടുക്കണം. അതിനകത്ത് നമുക്ക് പിന്നെ ഓരോരോ സെപ്പറേറ്റ് ഹാളുകളൊക്കെ ഉണ്ട്. ലോങ്കേവാല ഹാള്, ഇന്ത്യൻ ആർമി ഹാള്, മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ വിഷ്വൽ റൂമൊക്കെ ഉണ്ട്, പ്രോഗ്രാംസൊക്കെ കാണുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞൊരു പാർക്കുണ്ട്, 5 കൊച്ചു പിള്ളേർക്ക് മാത്രം കയറാൻ പറ്റുന്നത്. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ ടിക്കറ്റ് സെൻറ്ററാണ്. ടിക്കറ്റ് നമുക്ക് സിവിലിയൻസിന് 75, ഫോറിനേഴ്സിന് 150 എൻട്രി ടിക്കറ്റ്. പിന്നെ ഓഡിയോ വിഷ്വൽ റൂമിനും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്കൊക്കെ സ്പെഷ്യൽ വേറെ ടിക്കറ്റ് എടുക്കണം. അതൊക്കെ വൈകുന്നേരമൊക്കെ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതൊരു ടാങ്ക്, പാകിസ്ഥാൻ്റെ ടാങ്കാണിത് പിടിച്ചെടുത്തത്. അതിൻ്റെ 2 ഫ്ലാഗൊക്കെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്തൊക്കെ കയറി നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ജയ്സൽമീർ വാർ മ്യൂസിയം എന്ന് പറയുമ്പോൾ സ്പെഷ്യലി ഇതാണ് സംഭവം കാണുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പം പിന്നെ ഇതെല്ലാം പാകിസ്ഥാൻ്റെ ടാങ്കുകളാണ്. ഈ തോൽപ്പിച്ച ടാങ്കിൻ്റെയാണ് തോക്ക് താഴോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ ടാങ്ക് 55 മീഡിയം ടാങ്ക് കെയിം ഇൻ ടു സർവീസ്. പിന്നെ ഇന്ത്യൻ ആർമിയുടെ സർവീസിലായിരുന്നു ലോങ്കേവാലയിൽ ഫ്രം 4/7 ഡിസംബർ 1971. കണ്ടോ, ഇതിന്റെ ടാങ്കിന്റെ വെടിവെക്കുന്നത് മേളിലോട്ട് വെച്ചേക്കുക. നമ്മൾ യുദ്ധത്തിൽ പിടിച്ച് തോപ്പിച്ചെടുക്കുന്നതിന്റെ തിരിച്ച് താഴോട്ട് വെക്കും, ഫ്ലാഗും തിരിച്ചടിച്ചു വെക്കും.
പാകിസ്ഥാന്റെ ഫ്ലാഗും തിരിച്ചു വെച്ചേക്കുന്നത് അതിനകത്ത്. पापा ये अभी हुआ है। ये अफगान है 105 mm में गन है। 105 mm मिलीमीटर। ഓടി കണ്ടിട്ട് പോകണം. ഒരുപാട് ഇതങ്ങനെ പോലെ ഇതുമുണ്ട്, ഹാളുമുണ്ട്. ആദ്യം സംഭവം അറിയാം. ഹണ്ടർ FGA MK56 13 ഫീറ്റ് ഉണ്ടോ ഇത്? कितनी 1727 കിലോ. ഇവിടെ ഇങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ പറക്കി വെച്ചിട്ടുണ്ട്. ടാങ്ക് പോലത്തെ വണ്ടികളും എയർ ക്രാഫ്റ്റും അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആ 14 ഇറങ്ങിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് നടന്നൊരു പരുവമായി. ഇവിടെയും പിന്നെ കുറച്ച് നടക്കാനല്ലേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ നടന്ന് അതിനകത്ത് ഹാളിൽ അവിടെ ഒരു ലോങ്കേവാല ഹാൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ മറ്റേ ലോങ്കേവാല കണ്ട പോലെ തന്നെ അവിടെ യുദ്ധത്തിന് മരിച്ച ആൾക്കാരുടെ ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ മാപ്പുകളും അതൊക്കെ ഞാനൊന്നും എടുത്തില്ല. പിന്നെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഇങ്ങനെ വിശാലമായിട്ടുള്ള വാട്ടർ ഷോ ഇവിടെ ആയിരിക്കും ഷോയൊക്കെ ഉള്ളത്. വൈകുന്നേരമൊക്കെ ആയിരിക്കും. ഇവിടെ കുറച്ച് മറ്റേ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുമുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്തും ഉണ്ട് ഒരു ഓഡിയോ വിഷ്വൽ റൂമൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ടൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്തൊന്നും ആയിരുന്നില്ല. പിന്നെ ഇതിനകത്തൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കാൻ അങ്കിത്തോപ്പിയൊക്കെ പോയി നോക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങി. വാർ മ്യൂസിയം കണ്ടിട്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ജോധ്പൂരിന് പോവാണ്. ജോധ്പൂർ എത്താൻ ഇനി 260 കിലോമീറ്റർ. വൈകുന്നേരം 6:30 കഴിയുമ്പോഴത്തേക്ക് എത്തുന്ന സമയം കാണിച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കുന്ന എവിടെയെങ്കിലും കുറച്ച് ഫുഡ് കൂടെ കഴിക്കണം. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ജോധ്പൂരിലോട്ട് പോവുകയാണ്. അപ്പം ഇവിടുത്തെ വഴി എന്ന് പറയുന്നത് റോഡൊക്കെ നല്ല അടിപൊളി വഴിയാണ്. സോഫ്റ്റ് അല്ല, സ്മൂത്ത് റോഡാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. പിന്നെ നമ്മൾ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കേട്ട് നല്ല ചൂടായിരുന്നു. അപ്പം വണ്ടിക്കകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസമായി. അങ്ങനെ കുറച്ച് റിലാക്സ് ആയിട്ട് പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അങ്കിത്തും അഭി അന്ന് നമ്മൾ പോയ ദിവസം സൺഡേ മൺഡേ ആയിരുന്നു, 2 days ആയിരുന്നു. അപ്പോൾ മൺഡേ ആണ് തിരിച്ചു വരുന്നത്. അന്നത്തെ ക്ലാസ്സൊക്കെ പോയിട്ടുണ്ട്. ഇനി ട്യൂസ്ഡേ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ നമ്മൾ 2 ദിവസം ജയ്സൽമീർ ട്രിപ്പ് അടിച്ച് പൊളിച്ച്. കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകണം. അല്ലെങ്കിൽ പിന്നെ എന്തുവാ, വർഷത്തിൽ ഒരിക്കലെങ്കിലും പോകണം. എന്നും പോകണം എന്നല്ല പറയുന്നത്, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ ഫാമിലിയായിട്ട് പുറത്തൊക്കെ ഒന്ന് പോകണം. എന്നും വീട്ടിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ ഹോട്ടൽ നോക്കി പോവാണ്. ഇപ്പോൾ 3 മണിയൊക്കെ കഴിഞ്ഞ്. ഇനി എവിടെയെങ്കിലും ഫുഡ് കിട്ടുമോ, ചോറ് കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കി പോവാണ്. പറഞ്ഞില്ല, കൂടുതലും ഡെസേർട്ട് ഏരിയ ആണ്. സിറ്റികളിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കുറച്ച് കടകളൊക്കെ കിട്ടത്തുള്ളൂ. അത് അടുത്തടുത്ത് 3, 4, 5, 6 കടകളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അവിടെ കയറി നമുക്ക് അന്വേഷിച്ച് നോക്കണം ഇനി ഫുഡൊക്കെ കഴിക്കാൻ. അങ്ങനെ നമുക്ക് ചോറ് കഴിക്കാനൊരു കട കിട്ടിയിട്ടുണ്ട്. നോൺ വെജും ഉണ്ട്, വെജും ഉണ്ട്. അപ്പോൾ നമ്മൾ റൊട്ടിയും ചിക്കൻ കറിയായിരുന്നു പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ റെഡിയാക്കി തന്നായിരുന്നു. ചിക്കനും ഒരു ചിക്കൻ കറിയും പിന്നെ നമുക്ക് 4 പേർക്കും റൊട്ടിയും പിന്നെ ഒരു ചോറ് പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം താമസിച്ചുകൊണ്ട് ഒരുപാട് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശെ എല്ലാവരും ഫുഡ് കഴിച്ചുള്ളൂ. ഫുഡ് നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഞാനന്നേ അവർ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് പിന്നെ അവരുടെയും കൂടെ വീഡിയോ എടുക്കാൻ പറഞ്ഞ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യണം. ഇത്രയുടെ കഴിയും. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് അവിടുന്ന് പോവുകയാണ്. വീട്ടിലെത്തുന്ന സമയം എന്തായാലും 6:30, 7 മണിയൊക്കെ ആവും. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്കിത്തിൻ്റെ അബിയുടെ
മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം, ഒത്തിരി വളർന്ന് കിടക്കുക. അതും കഴിഞ്ഞിട്ട് വേണം വീട്ടിലെത്താൻ. ഇനി നമുക്ക് എവിടെയെങ്കിലും വൈകിട്ട് നിന്ന് കയറി കുറച്ച് ചായയും കൂടെ ഒക്കെ കുടിച്ചിട്ട് വേണം പോവാൻ. എങ്ങനെ വീണ്ടും ചൂടടിച്ചപ്പോഴത്തേക്ക് പിന്നെ ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് കേട്ടോ, കണ്ണാടിയൊക്കെ വെച്ച് ഒക്കെയാണ് പിന്നെ വണ്ടി ഓടിച്ചത്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങോട്ട് നോക്കുന്നു. ഞാൻ പറഞ്ഞത് നേരെ നോക്കി വണ്ടി ഓടിക്കാൻ. വണ്ടി ഓടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒരുപാട് തരൂല ഓടിക്കാൻ. പിന്നെ സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ടെൻഷനായിരിക്കും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ. അതുകൊണ്ട് പിന്നെ തന്നെ ഓടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളിനിയും വൈകുന്നേരമായി ചായ കുടിക്കാമെന്ന് വെച്ചൊരു കടയിൽ കയറി. അവിടെ കയറിയപ്പോഴത്തേക്ക് ഭയങ്കര താമസം. അവർക്ക് ചായപാത്രം കഴുകി ചായ ഇടാനൊക്കെ ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വേറെ കടയിൽ നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകും. അപ്പോൾ പിന്നെ നമ്മളെ തൊപ്പി കൂടെ അങ്ങ് താഴെ വീഴുമായിരുന്നു ഫ്രണ്ടിൽ വെച്ചിട്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ തലയിലോട്ട് വെച്ച് നോക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഈ കണ്ണാടി എന്ന് പറഞ്ഞാൽ 3D കണ്ണാടിയാണ്. അപ്പോൾ അത് നമുക്ക് ചിപ്പി തന്നെയായിരുന്നു, ചിപ്പിയുടെ അവിടെ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പം ഈ 3D കണ്ണാടി വെക്കുമ്പോൾ നമുക്ക് വേറെ രീതി കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ച് നോക്കി. പക്ഷേ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല കണ്ടിട്ടും. പിന്നെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 3D ആണെന്ന് കാണുമ്പം തോന്നുന്നില്ല, പക്ഷേ എനിക്ക് വെച്ചിട്ടൊന്നും ഫീൽ ചെയ്തതുമില്ല. അങ്ങനെ നമ്മൾ വീണ്ടും എങ്ങനെ പോവുക, ചായക്കട നോക്കി പോവാണ്. പിന്നെ നമ്മൾ ഒരു ചായക്കടയൊക്കെ കണ്ടുപിടിച്ചു. ചായ കുടിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. നമ്മൾ വീട്ടിലെത്താൻ എത്ര കിലോമീറ്റർ ഉണ്ട്? 100 किलोमीटर. ഇനി 100 കിലോമീറ്റർ. ബസ് വെറും 100 കിലോമീറ്റർ ഉള്ളു വീട്ടിലോട്ട് എത്താൻ. 90 से भी. ഇന്ന് സ്കൂളിൽ പോയില്ല, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് അങ്കിത്തബി സ്കൂളിൽ പോയില്ല, നാളെ തൊട്ട് സ്കൂളിൽ പോകണം. വൈ നോട്ട്? രാത്രിയിലല്ല, നമ്മൾ 8 മണിക്ക് മുമ്പ് എത്തും. ഞങ്ങൾ 8 മണിയാകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. ഇപ്പൊ സമയം 5:45 കഴിഞ്ഞ് 6 മണിയാവാറായി. ചായയും കൂടെ കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇനി അവിടെ നിന്ന് പോവാണ്. ഇനി നമ്മൾ 7:45 ആകുമ്പോഴത്തേക്ക് എത്തും. ഒരു 69 കിലോമീറ്ററൂടെ കാണിക്കുന്നുണ്ട്. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ നമ്മുടെ സ്ഥലത്ത് ചെന്നിട്ട് അങ്കിത്തിൻ്റെ അവിടെ മുടിയൊക്കെ വെട്ടിക്കണം, അടുത്ത ദിവസം സ്കൂളിലൊക്കെ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പം 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ്, ജയ്സൽമീർ ട്രിപ്പ് 2 ദിവസത്തേക്ക് പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കണ്ടിട്ടെല്ലാം വരികയാണ്. അങ്ങനെ നമുക്കിനി 37 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്കങ്ങ് ചെല്ലാൻ. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ സ്വർണ്ണക്കടകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മലബാർ ഗോൾഡ് ഡയമണ്ട്സും ജോയി ആലുക്കാസും പിന്നെ കല്യാൺ ജുവല്ലേഴ്സും എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. ആവശ്യമുള്ളവർക്കൊക്കെ സ്വർണ്ണമൊക്കെ വാങ്ങിക്കാം. അപ്പം പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം ക്രിസ്മസിൻ്റെ സമയം ആവുന്നതേ ഉള്ളൂ. ഡിസംബർ 1st വീക്കായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് കടകളിലൊക്കെ ഇങ്ങനെ റെഡ് കളറിലെ ഫ്രോക്കുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ആദ്യം പോയ വീഡിയോക്കകത്ത് ഈ പാലത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്ലാഗിൻ്റെ കളറ് ലൈറ്റെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ 1, 2, 3 പാർട്ടൊക്കെ കാണാത്തവരൊക്കെ കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.